വെൽക്കം ടു ഫോർവേഡ് സ്റ്റെപ്സ് വ്ലോഗ്സ്. കേരള ട്രഷറി കോഡ് ആൻഡ് കേരള അക്കൗണ്ട് കോഡുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളടങ്ങിയ 4ാമത്തെ ഭാഗമാണിത്. ഇത് ഉപകാരപ്രദമെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തുടർന്നുള്ള ഭാഗങ്ങൾ ലഭിക്കുന്നതിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വിജയാശംസകൾ. ട്രഷറിയിൽ ക്യാഷ് വെരിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെ? ഉത്തരം: ക്യാഷ് വെരിഫിക്കേഷൻ നടത്തുന്ന ഓഫീസർ ഒരു നോട്ട് കെട്ടിൽ നിന്നും കുറേ നോട്ടുകൾ മാറ്റിവെക്കുകയും ബാക്കി നോട്ടുകൾ ബന്ധപ്പെട്ട ക്ലർക്ക് എണ്ണി തിട്ടപ്പെടുത്തി പറയുകയും തുടർന്ന് മാറ്റിവെച്ച നോട്ടുകളുമായി ഒത്തുനോക്കി ബുക്ക് സ്റ്റോക്കുമായി കൃത്യത പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ് ചെയ്യുന്നത്. ട്രഷറി സ്ട്രോങ് റൂമിൻ്റെ ഡബിൾ ലോക്ക് അലമാരയുടെ 2 താക്കോലുകൾ ആരുടെയൊക്കെ പക്കലാണ്? ഉത്തരം: ഒന്ന് ട്രഷററുടെയും മറ്റൊന്ന് ട്രഷറി ഓഫീസറുടെയും പക്കൽ. ഡിപ്പാർട്ട്മെൻറ്റിൽ ക്യാഷ് ചെസ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എവിടെ സൂക്ഷിക്കണം? ഉത്തരം: ട്രഷറിയിൽ സൂക്ഷിക്കണം. സബ് ട്രഷറിയിലെ ദൈനംദിന കാര്യങ്ങൾക്കായി ട്രഷററുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാവുന്ന പണത്തിൻ്റെ പരിധി നിശ്ചയിച്ചു കൊടുക്കുന്നത് ആരാണ്? ഉത്തരം: ജില്ലാ ട്രഷറി ഓഫീസർ. ജില്ലാ ട്രഷറിയിലെ ഡബിൾ ലോക്ക് സംവിധാനത്തിൻ്റെ താക്കോലുകളുടെ കൈവശക്കാർ ആരൊക്കെയാണ്? ഉത്തരം: ഒന്ന് ജില്ലാ ട്രഷറി ഓഫീസർ ചുമതലപ്പെടുത്തുന്ന അസിസ്റ്റന്റ് ട്രഷറി ഓഫീസറുടെ പക്കലും മറ്റൊന്ന് ട്രഷററുടെ പക്കലും. ക്യാഷ് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ മെമ്മോറാണ്ടം ഓഫ് വെരിഫിക്കേഷൻ തീയതി വെച്ച് ഒപ്പിടണമെന്ന് അനുശാസിക്കുന്നത് എവിടെ? ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 131A. ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച്ഡ് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള റൂൾ ഏത്? ഉത്തരം: കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 8 പ്രകാരം. ട്രഷറി സ്ട്രോങ് റൂമിൻ്റെ സുരക്ഷിതത്വം സാക്ഷ്യപ്പെടുത്തേണ്ടത് ആരാണ്? ഉത്തരം: പൊതുമരാമത്ത് വകുപ്പിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തണം. സ്ട്രോങ് റൂമിൻ്റെ വാതിലുകളും ജനലുകളും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിന് സ്വീകരിക്കുന്ന രീതി? ഉത്തരം: സ്ട്രോങ് റൂമിൻ്റെ വാതിലുകളും ജനാലകളും സ്ഥിരമായി അടച്ചിടുകയും ക്യാഷും വിലപിടിപ്പുള്ളവയും എടുക്കുന്നതിലോ തിരികെ വയ്ക്കുന്നതിലോ മാത്രമേ തുറക്കാറുള്ളൂ. ട്രഷറിയിലുള്ള വലിയ ക്യാഷ് ബാലൻസിനെ പൊതുവെ എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ഉത്തരം: മെയിൻ സ്റ്റോർ ആൻഡ് ഡബിൾ ലോക്ക് ബാലൻസ്. ട്രഷറിയിൽ സൂക്ഷിക്കുന്ന സേഫ് കസ്റ്റഡി രജിസ്റ്റർ ഏത് ഫോമിലുള്ളതാണ്? ഉത്തരം: ഫോം TR-28. ട്രഷറിയിലെ നീക്കിയിരിപ്പും സ്റ്റാമ്പും മറ്റുള്ളവയും ട്രഷറി ഓഫീസറോടൊപ്പം ആരുടെ ജോയിൻ്റ് കസ്റ്റഡിയിലാണ്? ഉത്തരം: ട്രഷററുടെ. കറൻസി ചെസ് ബുക്ക് ഏത് ഫോമിലാണ് എഴുതി സൂക്ഷിക്കുന്നത്? ഉത്തരം: ഫോം TR-37. ട്രഷറിയിൽ സൂക്ഷിക്കേണ്ടുന്ന വിലപിടിപ്പുള്ളവ കേരള ട്രഷറി കോഡ് വോളിയം 1 ഏത് ട്രഷറി റൂൾ പ്രകാരം ഭദ്രമായി പാക്ക് ചെയ്ത് സീൽ ചെയ്തിരിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്നു? ഉത്തരം: ഫോം TR-158 1 പ്രകാരം. ട്രഷറിയിലെ സ്ട്രോങ് റൂം പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ആര്? ഉത്തരം: എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ.
ട്രഷറിയിലെ പാഡ്ലോക്ക് തകരാറിലായാൽ ട്രഷറി ഓഫീസർ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം പാഡ്ലോക്ക് റിപ്പയറിങ്ങിനായി റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് അയക്കണം. കറൻസി ചെസ്റ്റിലുള്ള നീക്കിയിരിപ്പ് പരിശോധിക്കുന്നത് ആരാണ്? ഉത്തരം റിസർവ് ബാങ്ക്. സ്റ്റാമ്പുകളുടെ മൊത്തം സ്റ്റോക്ക്, സ്റ്റാമ്പ് പേപ്പറുകൾ എന്നിവ സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഡബിൾ ലോക്കുള്ള സ്ട്രോങ് റൂമിൽ. ട്രഷറി ബിൽ ബുക്കിൻ്റെ ഫോം ഏത്? ഉത്തരം ഫോം TR-74. ട്രഷറിയിൽ ഭദ്രമായി സൂക്ഷിക്കുന്നതിനായി ഏൽപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ എപ്രകാരമുള്ളതായിരിക്കണം? ഉത്തരം ഭദ്രമായി പാക്ക് ചെയ്ത് സീൽ ചെയ്തിരിക്കണം. ഡബിൾ ലോക്ക് ബാലൻസ് എന്നാൽ എന്ത്? ഉത്തരം ട്രഷറിയുടെ ക്യാഷ് ബാലൻസ് ആണ് ഡബിൾ ലോക്ക് ബാലൻസ്. ട്രഷറി ബാലൻസ് എന്നാൽ എന്ത്? ഉത്തരം സർക്കാർ ക്യാഷ് ബാലൻസ് എന്നതായി ട്രഷറിയിൽ നിലനിർത്തുന്ന നീക്കിയിരിപ്പ് പണം. ഡബിൾ ലോക്ക് ഓഫീസർമാർ ആരൊക്കെ? ഉത്തരം ട്രഷറി ഓഫീസർ ആൻഡ് ട്രഷറർ. കറൻസി ചെസ്റ്റ് ബാലൻസിലുള്ള ക്യാഷ് ബാലൻസിൻ്റെ വേരിഫിക്കേഷൻ നടത്തുന്നതിനുള്ള റൂൾ ഏത്? ഉത്തരം റൂൾ 153. മോട്ടോർ വാഹന വകുപ്പിൽ പണം സ്വീകരിക്കുമ്പോൾ നൽകുന്ന റെസീപ്റ്റ് ഏത്? ഉത്തരം ഫോം TR-5C. ട്രഷറിയുടെ കറൻസി ചെസ്റ്റിലുള്ള അസറ്റുകളുടെ ഉടമസ്ഥാവകാശം ആർക്ക്? ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക്. ട്രഷറിയിൽ സൂക്ഷിക്കപ്പെടുകയും എത്ര വർഷത്തിലധികമായി അവകാശികൾ ഇല്ലാത്തതുമായ വസ്തുക്കൾ പരസ്യലേലം നടത്തപ്പെടും? ഉത്തരം 25 വർഷത്തിലധികമായി. സംസ്ഥാനത്തുള്ള കറൻസി ചെസ്റ്റിൻ്റെ കണക്കുകൾ ഏത് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചെന്നൈ. ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള സീൽ ചെയ്ത പാക്കറ്റുകൾ, ചെസ്റ്റുകൾ എന്നിവ ട്രഷറി ഓഫീസർ എത്ര മാസത്തിലൊരിക്കൽ നേരിട്ട് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണ്? ഉത്തരം 6 മാസത്തിലൊരിക്കൽ. ഓഫീസ് തലവൻ ടൂറിലോ അവധിയിലോ ആണെങ്കിൽ ക്യാഷ് ബുക്കിൽ ഒപ്പിടുകയും നീക്കിയിരിപ്പ് പരിശോധിച്ച് തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഉത്തരം ഓഫീസ് തലവൻ ടൂറിലോ അവധിയിലോ ആണെങ്കിൽ അധിക ചുമതല ഏറ്റെടുത്തിട്ടുള്ള തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം. എന്നാൽ തിരികെ എത്തുന്ന ഓഫീസ് തലവൻ രണ്ടിൻ്റെയും കൃത്യത പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ട്രഷറിയിലെ സ്ട്രോങ് റൂമിൻ്റെ സുരക്ഷിതത്വം പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആരാണ്? ഉത്തരം PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ട്രഷറികളിലെ സ്ട്രോങ് റൂമിൻ്റെ സുരക്ഷിതത്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എപ്പോഴൊക്കെ പരിശോധന നടത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം? ഉത്തരം വാർഷിക പരിശോധനയിൽ. സേഫ് കസ്റ്റഡി രജിസ്റ്റർ എന്നാൽ എന്ത്? ഉത്തരം ട്രഷറിയിൽ ഭദ്രമായി സൂക്ഷിക്കുന്നതിനായി ഏറ്റുവാങ്ങുന്ന സീൽ ചെയ്ത ക്യാഷ് ചെസ്റ്റുകൾ, സീൽ ചെയ്ത പാക്കറ്റുകൾ എന്നിവയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ. ജില്ലാ ട്രഷറിയിൽ ഭദ്രമായി സൂക്ഷിക്കുന്നതിന് ഏൽപ്പിച്ചിട്ടുള്ളതും
കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റുവാങ്ങാത്തതുമായ വസ്തുക്കളിൽ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം ആയവ ജില്ലാ ട്രഷറി ഓഫീസർ ബന്ധപ്പെട്ട അധികാരികളുടെ സാന്നിധ്യത്തിൽ തുറന്ന് മഹസർ എഴുതി പൊതുപരസ്യം നൽകി ലേലം നടത്തി തീർപ്പാക്കാവുന്നതും ശേഷിച്ചവ നശിപ്പിച്ചു കളയാവുന്നതുമാണ്. ട്രഷറിയിൽ സേഫ് കസ്റ്റഡിയിലുള്ള സീൽ ചെയ്ത് സൂക്ഷിക്കുന്ന ചെസ്റ്റുകൾ, പാക്കറ്റുകൾ എന്നിവ ഏത് ഇടവേളകളിൽ കവിയാതെയുള്ള കാലയളവുകളിൽ കൃത്യമായും ട്രഷറി ഓഫീസർ നേരിട്ട് പരിശോധന നടത്തേണ്ടത്? ഉത്തരം 6 മാസത്തിൽ. ദിവസത്തിൻ്റെ അവസാനം ട്രഷറി ക്ലോസ് ചെയ്യുന്നത് ആര്? ഉത്തരം ട്രഷറി ഓഫീസറും ചീഫ് ട്രഷററും. മെയിൻ സ്റ്റോർ എന്നാൽ എന്ത്? ഉത്തരം ട്രഷറിയിലെ ആകെ ക്യാഷ് ബാലൻസ് ആണ് മെയിൻ സ്റ്റോർ. കറൻസി ചെസ്റ്റിലുള്ള ഫണ്ടുകളുടെ ട്രാൻസ്ഫർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തപ്പെടുന്നത്? ഉത്തരം കറൻസി ഓഫീസറുടെ. ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർമാർ തങ്ങളുടെ ഓഫീസിലെ ക്യാഷ് ചെസ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ എവിടെ സൂക്ഷിക്കണം? ഉത്തരം ട്രഷറിയിൽ. ഫോം TR-27A ചെറിയ നോട്ട്ബുക്കിൻ്റെ പേരെന്ത്? ഉത്തരം ക്യാഷ് റിസീവ്ഡ് ആൻഡ് ഡെസ്പാച്ച്ഡ് രജിസ്റ്റർ. ജില്ലാ ട്രഷറിയിലെ സ്ട്രോങ് റൂം ഔട്ടർ കതകിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ എവിടെ സൂക്ഷിക്കണം? ഉത്തരം ജില്ലാ ട്രഷറിയുടെ അടുത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചിൽ. ഫോം TR-37A ഉപയോഗം എന്ത്? ഉത്തരം കറൻസി ചെസ്റ്റ് ഇടപാടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി. ട്രഷറിയിൽ സേഫ് കസ്റ്റഡിക്കായി ഏൽപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റൽ ക്യാഷ് ചെസ്റ്റുകൾ എപ്രകാരമുള്ളതായിരിക്കണം? ഉത്തരം തുണി കൊണ്ട് ഭദ്രമായി പൊതിഞ്ഞ് ലോക്ക് ചെയ്തിരിക്കണം. കറൻസി ചെസ്റ്റ് ബാലൻസ് പരിശോധന സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന റൂൾ ഏത്? ഉത്തരം കേരള ട്രഷറി കോഡ് റൂൾ 153. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.